നമസ്കാരം. അങ്ങനെ ലോക ഗുണ്ടിയായ റസ്മിന്റെ താണ്ഡവമാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? താണ്ഡവം, അതായത് ഫിസിക്കലി അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ആരെ? ജാസ്മിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു. അവളെ ഹെൽമറ്റിനെ എന്ത് ചെയ്യുന്നു? അവളെ പിടിച്ചു തള്ളി ഹെൽമറ്റിനെ എടുത്തെറിഞ്ഞ് ഉടച്ചിരിക്കുന്നു റസ്മിൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ബിഗ് ബോസ് കാണിച്ചില്ല. കാണിക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല, പണ്ട് ഇതുപോലെ ഒരു ഗുണ്ടം വന്നല്ലോ, ഒരു 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 കവലച്ചട്ടം ഒരുത്താൻ വന്നിട്ടുണ്ടായിരുന്നു. ആര്? റോക്കി. അവൻ ഇതുപോലെ സിജോനെ ആക്രമിച്ചതിന് ശേഷം അത് വലിയ വിവാദമായതുകൊണ്ടാണ് ഇന്ന് ഈ പറയുന്ന ജാസ്മിനെ ആക്രമിച്ചത് കാണിക്കാത്തത്. മനസ്സിലായി? ഇവിടെ എല്ലാത്തിനും കാരണക്കാരൻ ആരാണ്? ഇവിടെ കാരണക്കാരൻ മറ്റാരുമല്ല, നോറയാണ്. നോറ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? എന്റെ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്, നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതാണ് ഇവിടെ ഇപ്പൊ നടന്നിരിക്കുന്നത്. അതായത് നോറയുടെ തലയണ മന്ത്രം. നോറ ഈ പറയുന്ന റസ്മിന് പിരിയേറ്റി കൊടുത്ത് ജാസ്മിനെതിരായിട്ട് കളിക്കാൻ വേണ്ടി പിരിയേറ്റി കൊടുത്തില്ലേ, അതിന്റെ അനന്തര ഫലമാണ് ഇവിടെ കാണിച്ചത്. നീ ആരടി ഈ പറഞ്ഞ സഹമത്സരത്തെ അടിക്കാൻ? ജാസ്മിന്റെ കളിയും അവളുടെ ചേഷ്ടകളും ഒക്കെ എനിക്ക് വെറുപ്പാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നല്ലത് ശരി കണ്ടാൽ ശരിയെന്ന് തന്നെ പറയണം. ഇവിടെ കംപ്ലീറ്റ് 100% തെറ്റ് ആരുടെ ഭാഗത്തും ചോദിച്ചാൽ അത് റസ്മി എന്ന് പറയുന്ന ഗുണ്ടിയുടെ ഭാഗത്ത്. നിനക്ക് അവിടെയുള്ള പെണ്ണുങ്ങളുടെ മേലെ പിറകെ നടന്ന് ഒലിപ്പിക്കാനും ഈ പറഞ്ഞ അവിടെ ഈ പറയുന്ന ഒരു ഹംസമായി നിന്നുകൊണ്ട് നിനക്ക് കാണുന്നവന്റെ അടുത്ത് എല്ലായിടത്തും ക്രഷ്. അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവിടെ ഉള്ളതിൽ വളരെ വിഷം, ഏറ്റവും വലിയ വിഷം നീയാണ്. മനസ്സിലായോ? നിനക്ക് പെണ്ണുങ്ങടുത്ത് ക്രഷ്, നിനക്ക് ആണുങ്ങടുത്ത് ക്രഷ്. ഇതിന്റെ ഇടയിൽ കൂടി കൈവയ്ക്കും. ഈ സഹമത്സരത്തെ കൈവയ്ക്കണ ഒരുത്തനെയും അല്ലെങ്കിൽ ഒരുത്തികളെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് നിനക്കൊക്കെ ഒരു കഴിവുമില്ല. അവിടെ മെന്റൽ സ്ട്രെങ്താണ് വേണ്ടത്, അല്ല കൈവയ്ക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ? അവിടെ ജാസ്മിൻ മെന്റൽ സ്ട്രെങ്ത് വെച്ച് നിന്നോ? അവള് കിടിലമായിട്ട് നിന്നോ? അവിടെ മെന്റൽ സ്ട്രെങ്ത് പോയതാർക്കാണ്? ഈ പറയുന്ന നോറയ്ക്കാണ്. അതായത് ഈ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് ബിഗ് ബോസ് പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതുമല്ല, എന്താണ് ഈ പറയുന്ന റസ്മിനെയും ജാസ്മിനെയും നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട്. അതിനർത്ഥം നല്ല രീതിയിൽ അവിടെ ഒരു ഫിസിക്കൽ അറ്റാക്ക് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് കാണിക്കാത്തതാണ്. എവിടെ പിടിച്ചു തള്ളുകയും ആ ഹെൽമെറ്റിനെയൊക്കെ പിടിച്ച് വലിച്ച് തറയിലിട്ട് അടിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവൾ ആര്? നീയൊക്കെ ആരാണ്? ഇവിടെ എന്ത് നിങ്ങൾ ഗുസ്തി പിടിക്കാനാണ് വന്നത്? അത് ജാസ്മിൻ ഇവിടെ ചെയ്തെന്താണ്? അത് ജാസ്മിന് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു. അത് ശ്വേതാ മേനോൻ കൊടുത്തൊരു ടാസ്ക്. അതായത് അവളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കാൻ പറയുന്നു. എവിടെ പോയി വിളിച്ചപ്പോൾ പവർ ടീമിന്റെ ഹുങ്ക്, അല്ലെങ്കിലും ഈ പറയുന്ന അൻസിബ കയറിയതിനു ശേഷം പവർ ടീമിന് ഇത്തിരി അഹങ്കാരങ്ങൾ കൂടിയിട്ടുണ്ട്. ഭയങ്കരപ്പെട്ട ഒരു അഹങ്കാരങ്ങൾ കൂടിയിട്ടുണ്ട്. അവരാണ് ഇവിടുത്തെ രാജാവ് എന്നുള്ള ലെവലിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ ഇവളൊരു റോബോട്ടാണ്. അവർ വിളിച്ചിട്ട് വന്നില്ല എന്ന് വന്ന് പറയുമ്പോൾ പിന്നീട് ആരാണ്? നമ്മുടെ ശ്വേതാമേനൻ പറയാൻ, നീ ഒരു റോബോട്ടാണ്, നിനക്ക് വികാരങ്ങളൊന്നും പാടില്ല, നീ വീണ്ടും ചെന്ന് വിളിക്കണം. അപ്പൊ അത് അനുസരിക്കുകയാണ് അർത്ഥം പറഞ്ഞ് ജാസ്മിനോട് ചെയ്തത്. ജാസ്മിൻ എന്ത് ചെയ്തു? നേരെ ചെന്നിട്ട് നിങ്ങൾ വരണം, അവിടെ പോയി ലിവിംഗ് ഏരിയയിൽ ഇരിക്കണം എന്ന് പലവട്ടം അവർക്കത് ഇറിറ്റേറ്റ് ആയി തോന്നുന്നു. ഇവിടെ ഗ്യാസ് എന്തോ ഓഫ് ചെയ്യാൻ പോകുമ്പോഴാണ് എന്ത് ചെയ്തു? റസ്മിനും പിടിച്ച് തള്ളുകയും അവളെ പിടിച്ച് തള്ളുകയും കൈതട്ടി മാറ്റുകയൊക്കെ ചെയ്തു. അതിനുശേഷം കാണിക്കുന്നില്ല, സംഭവങ്ങളൊന്നും കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ശ്വേതാ മേനോൻ നോക്കി അമ്പരന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ കാണിക്കും. അപ്പൊ ഇവിടെ നല്ല രീതിയിൽ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് കൺഫഷൻ റൂമിൽ ഈ മരണ വീട്ടിൽ പോലും കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള കരച്ചിൽ, രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് മോങ്ങൽ. എന്തിനാരെങ്കിലും ചത്താണ് എന്റെയൊക്കെ? എന്തൊരു മോങ്ങലാണ് രണ്ടും കൂടി. ജാസ് പിന്നെ പിടിച്ചു, അയ്യോ മോളെ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ മോങ്ങല്. ഈ വന്ന് ഈ പറയുന്ന കൺഫഷൻ റൂം ഒരു മരണ വീടായിട്ട് തുല്യമാണ്. എല്ലാവരും പണ്ട് റോക്കിയുടെ മോങ്ങല് കണ്ടു. റോക്കി ഇതുപോലെയാണ് മൂക്കിക്കൂടിയും വായിക്കൂടിയൊക്കെ മൂക്കളെ ഒലിച്ചുകൊണ്ട് മോങ്ങി ചത്തിട്ടാണ് അവൻ പോയത്. അവൻ പുറത്ത് കിടന്നുകൊണ്ട് അവൻ അവന്റെ പോരൊക്കെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ശരിയാണ്. അപ്പോ ഇവിടെ ഈ പറയുന്ന റസ്മിൻ എന്ന് പറയുന്ന അവരുടെ ഹുങ്കും അവരുടെ അഹങ്കാരവും എല്ലാം പെരുത്തതിനകത്ത് കിടക്കുകയാണ്. അവൾ എന്തൊക്കെ കാണിക്കുന്നു അവൾക്ക് ഒരു പിടുത്തവും ഇല്ലാത്ത രീതിയിൽ മത്സരാർത്ഥിയെ കയറി അടിക്കാൻ തക്ക രീതിയിൽ അവളെ വളർന്നിട്ടുണ്ട്. മനസ്സിലായോ? അത്രയ്ക്ക് മേലെ അഹങ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അഹങ്കാരങ്ങൾ പുറത്തു ചാടും. ആരോ ആയിക്കോട്ടെ, അവരുടെ അഹങ്കാരങ്ങൾ പുറത്തു ചാടും. ആ അഹങ്കാരമാണ് ഇപ്പൊ കാണുന്നത്. അവസാനം എന്ത് ചെയ്യുന്നു? ജാസ്മിൻ തെറ്റ്, പിന്നെ അവൾക്ക് ഒരു തെറ്റുമില്ല, എനിക്ക് ഒരു പരാതിയും ഇല്ല എന്ന് പറഞ്ഞ് അതവിടെ സോൾവ് ആകുന്നു. ഇതിനിടയിൽ കൂടെ റസ്മിന്റെ അടുത്ത് ഇതെല്ലാത്തിനും കാരണം ഞാൻ പറയും നോറയാണെന്ന് പറയും. നോറയാണ് ഇതെല്ലാത്തിനും. നോറയാണ് ഇത്രയും അവിടെ കിടന്നുള്ള ഈ കുഴിത്തിരുമ്പും ഈ പറഞ്ഞ വിഷവും എല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ട് ഈ നോറയും കണക്ക് തന്നെയാണ് റസ്മിനും കണക്കായിരുന്നത്. രണ്ടുപേരെയും ഇടയിലേക്ക് എന്ത് ചെയ്തു? ജാസ്മിന്റെയും ഇവരെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട്, റസ്മിനെയും ജാസ്മിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വിഷം കുത്തിവെക്കുന്നത് നോറ തന്നെയാണ്. അതിന് വേറെ മാറ്റമൊന്നുമില്ല. അവൾ ഇന്നലെ നല്ല പ്രാഗി, അതായത് ജാൻമണിനെയും കാട്ടി പ്രാക്കലിന് ശക്തിയുണ്ട്. ആർക്ക്? നോറ പറയും, എന്റെ മനസ്സിൽ തട്ടിയാണ് പറഞ്ഞു, നീ അനുഭവിക്കുമടി എന്ന് പറഞ്ഞത് വളരെ ദൂരമൊന്നും പോയില്ല. 24 മണിക്കൂർ കഴിയും മുമ്പേ അവളെ അനുഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ
തെറ്റുകാരി വന്ന റസ്മിൻ തന്നെയാണ് അവൾക്ക് നല്ലൊരു ശിക്ഷ കൊടുക്കുക. പറഞ്ഞു വിടണമെന്ന് പറയില്ല, നല്ലൊരു ശിക്ഷ കൊടുക്കണം. ലാലേട്ടൻ വരുമ്പോൾ ഇതിനെ എടുത്തിട്ട് ഇവളെ അലക്കണം, ഇതിനെ എടുത്തിട്ട് ഇവളെ അലക്കി വെളുപ്പിച്ച് ഇവളെ, ഞാൻ പറഞ്ഞ ഇതിന്റെ ഈ ഒരു സംഭവത്തിന് ഇവളെ കൊണ്ട് ജയിലിലിടുകയും ഡയറക്റ്റ് നോമിനേഷനിൽ 2 തവണയെങ്കിലും 2 ആഴ്ചയെങ്കിലും ഇവളെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടണം. അതിൽ കുറഞ്ഞൊരു ശിക്ഷ ഇവളെ കൊടുക്കരുത്. കാരണം ഇവള് നോമിനേഷനിൽ വന്നാൽ ഇവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഇവളെ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ട് പുറത്താക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ന്യായം ആരുടെ ഭാഗത്ത് വെച്ചാൽ ഇവിടെ നമ്മുടെ ജാസ്മിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരു ആക്ടിൽ ജാസ്മിന്റെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ്. ഇതിനെല്ലാത്തിനും ഈ അടി ഒക്കെ കൂടാനും ഇതൊക്കെ വരാനും കാരണം അവിടെയുള്ള ഏറ്റവും വലിയ വിഷമായ നോറയുടെ ഭാഗത്ത് നിന്നും വന്നതാണ്. നോറ കുറെ ആഴ്ചകളായി ഇവളുടെ ഈ പറയുന്ന റസ്മിന്റെ മനസ്സിലേക്ക് ഈ പറയുന്ന എന്താണ് വിഷം കുത്തി നിറയ്ക്കുന്നുണ്ട്. റസ്മിനും തീരെ മോശമൊന്നുമല്ല, റസ്മിൻ ഇതൊക്കെ വേണം. റസ്മിൻ ആദ്യം എന്ത് ചെയ്ത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും ഉണ്ടായപ്പോൾ അവരുടെ ഇടയിൽ ഒരു ദൂതനായി പോവുകയും ഈ പറയുന്ന ഗബ്രിയോട് എന്താണ് ഈ പറയുന്ന അവൾക്ക് ക്രഷ് തോന്നുകയും ഇനി ഗബ്രി ഇനി എവിടെ നോക്കാതെ ഈ ജാസ്മിന്റെ അടുത്ത് പോയത് കൊണ്ടാണെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം നിങ്ങൾ തമ്മിൽ എന്താണ് പ്ലാൻഡ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അതിനുശേഷം ഈ പറയുന്ന റസ്മിനും ഈ പറയുന്ന ജാസ്മിനും തമ്മിലുള്ള സംസാരിക്കുന്നിടത്ത് ജാസ്മിൻ അപ്പോഴൊന്നും പണിയൊന്നും ചെയ്യാതെ, ജാസ്മിൻ അതൊരു മെയിൻ ബുക്കറ്റാണ്, ഒരു പണിയും ചെയ്തില്ല, എവിടെയെങ്കിലും പോയിരിക്കും. ആ സമയത്ത് എന്ത് ചെയ്യുന്നു, നോറ വന്നിട്ട് അവിടെ വന്നിട്ട് ഇടപെടുന്നു. അങ്ങനെ ഇന്നലെ അവരുടെ ഇടയിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. ആ ഫൈറ്റ് നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന നോറ ശപിക്കുന്നത് റസ്മിനെ, നീ എന്താണ് നീ അനുഭവിക്കും എന്നുള്ള രീതിയിൽ ശപിക്കുന്നത്, മനസ്സിലായോ? അതിന്റെ എല്ലാം അനന്തരഫലമായിട്ടാണ് ഇന്ന് നടക്കുന്ന അടി. ഇപ്പൊ ആണുങ്ങൾ തമ്മിലാണ് നമ്മൾ പൊതുവെ അടി കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ നോക്കിയപ്പോൾ ആണുങ്ങളെക്കാട്ടി ഏറ്റവും വലിയൊരു ഗുണ്ടിയായിട്ട് ഈ റസ്മിൻ കാണുന്നത്. റസ്മിൻ പല പ്രാവശ്യവും ഈ പറയുന്ന അഗ്രസീവ് ആകുമ്പോൾ അവൾ കൈയിട്ടലക്കിയും അവളുടെ മുഖഭാവവും ഢോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജിൻഡോയുടെ അടുത്തൊക്കെ ആക്രോശിച്ചു കൊണ്ടുപോകുന്ന രീതിയൊക്കെ കാണുമ്പോൾ അവള് ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു അവളെ ടെമ്പർ അവൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് അവൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പെൺകുട്ടികളായിട്ട് ആൺകുട്ടികളായിട്ട് വരുന്ന സഹമത്സരാർത്ഥിയെ ശരീരത്ത് കൈവച്ചുകൊണ്ടുള്ള ഒരു അഗ്രസീവ്നെസ് നമുക്കിവിടെ പാടില്ല. മനസ്സിലായി? നിനക്കൊക്കെ പറയാനുള്ളത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്, മനസ്സിലായോ? നിനക്ക് ഫൈറ്റ് ചെയ്താലും നാക്കാണ് നിങ്ങളുടെ ആയുധമായിരിക്കേണ്ടത്. നാക്കും ബുദ്ധിയുമായിരിക്കും. അല്ലാതെ ഫിസിക്കലായിട്ട് കളിച്ച് ജയിക്കേണ്ട സ്ഥലമല്ല. ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് അടിച്ച് ജയിക്കണമെങ്കിൽ വേറെ എവിടെ ചന്തയിൽ പോയോ അല്ലെങ്കിൽ റോട്ടിൽ ഇറങ്ങി അടിക്കും. അവൻ നോക്കിക്കൊണ്ടിരിക്കില്ല, അവൻ തിരിച്ചു തരും. മറ്റേ തെരുവ് കൊണ്ട് റോക്കി ചെയ്തതുപോലെ അവൻ ഇവിടെ ആയാണ്. പുറത്താക്കി ആരും കൈയിട്ട് നോക്കിക്കൊണ്ടിരിക്കില്ല, കൊടുക്കും. എന്നിട്ട് അതിനെ പുറത്തു കൊണ്ട് ഞാൻ മറ്റേ മഹാനാണ്, ഞാൻ എന്തോ തേങ്ങ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് വെറും അൽപ്പനെ പോലെ ഇവിടെ കിടന്ന് ചലയ്ക്കുന്ന റോക്കി. അതുപോലെ അതേ കാറ്റഗറിയിലേക്ക് ആരപ്പെടുത്തണം ഈ പറയുന്ന റസ്മിനെ പെടുന്നത്. റസ്മിനെ അവിടെ കിടന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട്. എന്തുകൊണ്ട്? എന്നെ പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ പറയുന്ന നമ്മുടെ കൺഫെക്ഷൻ റൂമിനകത്ത് കയറി മരണ വീടിന് തുല്യമായിട്ടുള്ള പിന്നെ കരച്ചിലും ബഹളവും അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഇറിറ്റേഷനാണ് തോന്നി. രണ്ടുപേർ കെട്ടിപ്പിടിച്ചു, അയ്യോ എന്റെ അച്ഛൻ ചത്തേ, എന്റെ അമ്മ ചത്തേ, എന്റെ മോ കാമുകം പോയി എന്നുള്ള രീതിയിലുള്ള വിളിയും കരച്ചിലൊക്കെ. അപ്പൊ എന്തൊക്കെയായാലും ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തിൽ ന്യായം ജാസ്മിന്റെ കൂടെയാണെന്ന് ഞാൻ പറയും. നമുക്ക് വീണ്ടും കാണാം. ശരി.